ഹായ്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇടുക്കി ജില്ലയിലെ പ്രസിദ്ധമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വേറൊന്നുമല്ല, രാമക്കൽമേട്. രാമക്കൽമേട് പോയാലോ? നമ്മൾ സാധാരണ കൃഷി സംബന്ധമായ വീഡിയോ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എങ്കിലും ഈ പ്രാവശ്യം ഒരു വെറൈറ്റി എന്ന നിലയിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രം, ടൂറിസം പ്ലേസ് ആയ രാമക്കൽമേട് പോവാം. ഓക്കെ. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് രാമക്കൽമേട്. രാമക്കൽമേടിലേക്കുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര, ഈ വീഡിയോ നിങ്ങൾ ആദ്യാവസാനം കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. രാമക്കൽമേട് കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് രാമക്കൽമേട്. കേരള തമിഴ്നാട് അതിർത്തിയിലായി പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന പ്രദേശമാണ് രാമക്കൽമേട്. അപ്പം നമ്മൾ രാമക്കൽമേടിൽ എത്തി. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതൊരു ബിൽഡിങ്ങാണ്. ആദ്യം കയറി ചെല്ലുമ്പോൾ ഉള്ള ഒരു ബിൽഡിങ്ങാണ്, ഒരു പവലിയനാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചുറ്റോട്ടം മുഴുവൻ കാണാം. കരുണാപുരം പഞ്ചായത്തിന് വേണ്ടിയിട്ട് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് പണി കഴിപ്പിച്ച് കൊടുത്തിരിക്കുന്ന മാതൃഭവനം എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങാണിത്. ഈ ബിൽഡിങ്ങിലാണ് ഈ പവലിയനുള്ളത്. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ നമുക്ക് അത്യാവശ്യം മാതാക്കൾക്കൊക്കെ വന്ന് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യത്തിനൊക്കെ ഉള്ള ഒരു മുറികളാണ് ഇതിനകത്തുള്ളത്. അപ്പം ഫാമിലിയായിട്ട് വരുന്നവർക്കൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇവിടെ വന്നിട്ട് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് രാമക്കൽമേട് കുറവൻകുറത്തി ശില്പമൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്കുള്ള ഒരു കയറ്റമാണ്, വലിയൊരു കയറ്റമാണ്. അണയ്ക്കുന്നുണ്ടോ എന്ന് ചെറിയൊരു സംശയം. ഞാനും വെയിലുമുണ്ട്. പ്രകൃതി സൗന്ദര്യമാണ് സഞ്ചാരികളെ ഇവിടേക്ക് കൂടുതൽ ആകർഷിക്കുന്നതെങ്കിലും അത് മാത്രമല്ല കാരണങ്ങൾ. ചരിത്രപ്രസിദ്ധമായ കുറവൻകുറത്തി ശില്പവും മലമുഴക്കി വേഴാമ്പൽ ശില്പവും കാറ്റാടിപ്പാടവും ഒക്കെ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. കുറവൻകുറത്തി ശില്പം സ്ഥിതി ചെയ്യുന്ന ഈ മല കേരളത്തിലും രാമക്കല്ല് സ്ഥിതി ചെയ്യുന്ന മല തമിഴ്നാട്ടിലുമാണ്. നമുക്ക് ഈ മലമുഴക്കി ശില്പത്തിൻ്റെ ഭാഗത്തേക്കൊന്ന് കയറി നോക്കാം. അടുത്ത സീനും നോക്കാം. ഹലോ, ഇതാണ് അതിൻ്റെ ഉൾവശം. അതിൻ്റെ ഉൾവശം കാണിക്കാൻ ഒരു തൂണ് അതിനെ ബന്ധിപ്പിച്ചെന്നുള്ള സൈഡിൽ സ്റ്റെപ്പ് കെട്ടിയിരിക്കുന്നു. അവിടുന്ന് മുകളിലേക്കുള്ള പടികൾ ആണ് ഈ കാണുന്നത്. നമുക്കിതുവഴി മുകളിലേക്ക് കയറി നോക്കാം. ഒരു 20 അടി ഉയരം കാണാൻ സാധ്യതയുണ്ട്. 20 അടി ഉയരമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മലമുഴക്കി എന്ന് പേരിട്ടിരിക്കുന്ന ശില്പം ഒരു ശില്പം മാത്രമല്ല, ഒരു വാച്ച് ടവർ കൂടിയാണ്. കോവിഡ് കാലത്തിന് മുൻപായി കുതിരസവാരി ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. സഞ്ചാരികളുടെ സ്വപ്ന ഭൂമിയാണ് രാമക്കൽമേട്.
കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് കുറവൻ കുറത്തി ശില്പവും മലമുഴക്കി വേഴാമ്പൽ ശില്പവും തമിഴ്നാട് വ്യൂ പോയിൻറ്റും സൂയിസൈഡ് പോയിൻറ്റും കാറ്റാടിപ്പാടവും കുട്ടികൾക്കായുള്ള പാർക്കുമാണ്. 14 വർഷത്തെ വനവാസകാലത്ത് രാവണൻ അപഹരിച്ചുകൊണ്ട് പോയ സീതാദേവിയെ രക്ഷിക്കുവാൻ പോയ ഭഗവാൻ ശ്രീരാമനും അനുജൻ ലക്ഷ്മണനും സഞ്ചരിച്ച വഴിത്താരകളും അദ്ദേഹത്തിൻ്റെ പാദസ്പർശനത്താൽ പുണ്യഭൂമിയായി മാറിയ പ്രദേശമാണ് രാമക്കൽമേട് എന്നാണ് ഐതിഹ്യം. രാമക്കല്ലുള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരള തമിഴ്നാട് അതിർത്തിയിലൂടെയുള്ള ഒരു ഇടവഴിയായത്. ഈ വഴി കൂടെയാണ് നമ്മൾ രാമക്കല്ലിലേക്ക് പോകുന്നത്. ഈ സൈഡിലെല്ലാം കാണുന്നത് ഏണി ഉണ്ടാക്കുന്ന ഇല്ലിമുള ഫോറസ്റ്റ് ഏരിയയാണിത്. തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് ഏരിയയാണ്. വലത് സൈഡ് ഇടത് സൈഡ് നമ്മുടെ കേരളത്തിൻ്റെയും. ഇതുവഴി നമുക്ക് ഇറങ്ങി ഇച്ചിരി ദുർഘടമാണ്. തേനി ജില്ലയിലെ കമ്പം, കോമ്പെ, തേവാരം, ബോഡിനായ്ക്കന്നൂർ, ഉത്തമപാളയം, വൈഗ തുടങ്ങിയ ടൗണുകളുടെയും തമിഴ്നാട്ടിലെ കൃഷികളുടെയും ഗ്രാമങ്ങളുടെയും വിദൂര ദൃശ്യം അതിമനോഹരമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 അടി ഉയരത്തിലായിട്ട് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നു. ചോലവനങ്ങളും പുൽമേടുകളും പാറക്കെട്ടുകളും നിറഞ്ഞ പ്രദേശമാണ് ഇവിടെ ഉള്ളത്. സദാസമയവും കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന പ്രദേശം. ഇവിടെ നിന്നും താഴേക്ക് നോക്കിയാൽ കാണുന്ന തമിഴ്നാടിൻ്റെ മനോഹര ദൃശ്യമാണ് ഏറ്റവും പ്രധാനം. ഞങ്ങൾ നിൽക്കുന്നത് രാമക്കൽമേടിലെ ഏറ്റവും ഉയരം കൂടിയ പാറയുടെ ഏറ്റവും മേളിലത്തെ പാറയുടെ തൊട്ട് താഴെയാണ്. ഈ മുകളിലേക്ക് കാണുന്ന ഈ പാറയുടെ മേളിലാണ് ഏറ്റവും ടോപ്പ്. ഇവിടെ ഒന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെ നല്ല പച്ചിലകളൊക്കെ കയറി കിടക്കുന്നതുകൊണ്ട് നല്ല തണുപ്പാണ്. ഇതിന് മേളിലേക്ക് കയറിയാൽ നമ്മൾ ലോകത്തിൻ്റെ നെറുകാൻ നിൽക്കുന്ന ഒരു അനുഭൂതിയാണ്. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള വ്യൂ ആണിത്. ഇവിടെ നോക്കുമ്പോൾ ദൂരെയായിട്ട് കാറ്റാടിപ്പാടം കാണാം. ഇപ്പോൾ നമ്മൾ ഈ രാമക്കൽമേടിലെ പാറയുടെ ഏറ്റവും ടോപ്പിലേക്കുള്ള ഇത് ഇത്രയും കയറി കഴിഞ്ഞാൽ ടോപ്പായി. അതിന് ഈ ഒരു വിടവിൽ കൂടെ മേളിലേക്ക് കയറാം. ഇച്ചിരി റിസ്ക്കാണ്. ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് മേളിലെത്താൻ പറ്റും. ഇതിൻ്റെ മേളിലേക്ക് ഞാൻ കയറുകയാണേ. ശ്രീരാമൻ്റെ പാദസ്പർശമേറ്റെന്ന് കരുതപ്പെടുന്ന ഐതിഹ്യങ്ങളിൽ പറയുന്ന രാമക്കല്ലിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ രാമക്കൽ മേടിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നല്ല കാറ്റുണ്ട് ഇവിടെ. ആ കാണുന്ന മലയിലാണ് ശില്പങ്ങളുള്ളത്. ഇത് ഇച്ചിരി അപകടകരമായ ഇതാണ്. ഇവിടുന്ന് താഴേക്കാണ് സൂയിസൈഡ് പോയിൻ്റ്. ഈ മലയുടെ മുകളിൽ നിന്ന് താഴെ ഒരു തട്ടുണ്ട്. ആ തട്ടിൽ നിന്ന് താഴേക്ക് ആണ് സൂയിസൈഡ് പോയിൻ്റ്. വളരെ ഭീകരാവസ്ഥയുള്ള സ്ഥലമാണ് ആ റൈറ്റ് സൈഡിലെ. രാമക്കൽമേടിൻ്റെ മുകളിൽ കുലുക്കി സർബത്തൊക്കെ കിട്ടും. നല്ലപോലെ കുലുങ്ങിക്കോട്ടെ. നമ്മുടെ കൂട്ടുകക്ഷികളാണ് അപ്പുറത്തുനിന്ന് കുടിക്കുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി. രാമക്കൽമേട് വരുന്നവർ ശ്രദ്ധിക്കുക. ഇതുപോലെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. കുരങ്ങന്മാരുടെ കയ്യിലുള്ള ആഭരണങ്ങളോ ബാഗോ പിന്നെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സഞ്ചാരികൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള സാധനങ്ങൾ വാഹനത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റി എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ടോ മാത്രമേ വരാവുള്ളൂ. നമ്മളിപ്പോൾ കാണുന്നത് രാമക്കൽമേടിലെ ട്രെക്കിങ്ങിനുള്ള വാഹനങ്ങളാണ്. ആമപ്പാറ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ട്രെക്കിംഗ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ രാമക്കൽമേടിൽ എത്തിക്കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റുകൾ, ഹോം സ്റ്റേകൾ, നമുക്ക് അത്യാവശ്യം താമസിക്കുന്നതിനുള്ള സൗകര്യത്തിനുള്ള റിസോർട്ട്സ് എല്ലാം ഉണ്ട്. തേക്കടിയിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ രാമക്കൽമേട്ടിലെത്താം. നെടുങ്കണ്ടത്ത് നിന്ന് 15 കിലോമീറ്ററും കട്ടപ്പനയിൽ നിന്ന് 25 കിലോമീറ്ററുമാണ് ഇവിടേക്ക് ദൂരം. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് രാമക്കൽമേട്
മുല്ലക്കാനം കാറ്റാടിപ്പാടത്തിന് സമീപത്താണ്. ഈ കാറ്റാടിപ്പാടം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ദൃശ്യമാണ് ഇവിടെ ഉള്ളത്. അതായത് കേരളത്തിലെ തന്നെ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മനോഹരമായ കാറ്റാടിപ്പാടമാണ് ഈ സൈഡ് മുഴുവൻ. നമുക്കത് ഇവിടെ വരുന്നവർ, ഈ സഞ്ചാരികൾ ഇത് കാണാതെ ഒരു വഴിക്കും പോകാൻ പറ്റത്തില്ല. കാറ്റാടിപ്പാടം ഇവിടുത്തെ മെയിൻ ആകർഷണമാണ്. രാമക്കൽമേടിൻ്റെ ഒരു പ്രധാന പോയിൻ്റാണ് കാറ്റാടിപ്പാടം. അത് കുറേ കാറ്റാടികൾ കറങ്ങുന്നുണ്ട്, കുറേ കാറ്റാടികൾ നിശ്ചലമായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഇവിടുത്തെ കാറ്റെന്ന് പറഞ്ഞാൽ ശുദ്ധവായു ഏറ്റവും നല്ലപോലെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഈ കാറ്റിൽ നിന്ന് ആണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഈ കാറ്റാടിപ്പാടത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEB ആണ് വിതരണം ചെയ്യുന്നത്. ഹരിത മനോഹരമായ താഴ്വാരങ്ങൾ കുരുവിക്കാനം കാറ്റാടിപ്പാടത്തിൻ്റെ പ്രത്യേകതകളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കക്കാടൻസ് മീഡിയയുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം മറ്റു നല്ലൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.